വൈദേഹിയുടെ അടുത്തേക്ക് രാവണൻ തന്റെ പ്രണയാഭ്യർത്ഥനയുമായി എത്തുന്നു. വാടി തളർന്നിരിക്കുന്ന സീതാദേവി രാവണനെ ആ സമയം കണ്ടതോടെ കൊടുങ്കാറ്റിൽ ഉലയുന്ന പോലെ വിറച്ചു. ആ രാവണൻ മധുരമായ മൊഴികളിൽ പറഞ്ഞു, എന്നോടുള്ള ഭയം ഭവതിക്ക് ഇല്ലാതാകട്ടെ. പരസ്ത്രീകളെ അപഹരിക്കുന്നതും ബലാത്കാരത്താൽ സംഗമിക്കുന്നതും രാക്ഷസന്മാർക്ക് കുലധർമ്മമാണ്. പക്ഷെ ഞാൻ എത്ര കാമപരവശനാണെങ്കിലും ഭവതി എനിക്ക് വശപ്പെടാതെ ഞാൻ ഭവതിയെ തൊടുകയില്ല. ആപത്ത് നേരിട്ടേക്കുമോ എന്നുള്ള ഭയം എനിക്കില്ല. എനിക്ക് തുല്യമായ ശക്തിയുള്ളവൻ മറ്റൊരുവനെ ഈ ലോകത്തിൽ ഞാനും അറിയുന്നില്ല. ദേവാസുരന്മാരും എനിക്കെതിരെ നിൽക്കില്ല. യുദ്ധത്തിൽ എതിരില്ലാത്ത എന്റെ മഹത്തായ വീര്യത്തെ ആലോചിച്ചു നോക്കൂ. ഇപ്രകാരം ദുഃഖത്തോടെ നീ കഴിയേണ്ട കാര്യമില്ല. ചെടപിടിച്ച മുടിയും നിലത്ത് ശയിക്കുന്നതും അഴുക്കുപറ്റിയ വസ്ത്രവും വെറുതെ പട്ടിണി കിടക്കുന്നതും ഇവയൊന്നും ഭവതിക്ക് യോജിച്ചതല്ല. മൈഥിലി, എന്നെ സ്വീകരിക്കുക. നല്ല വസ്ത്രങ്ങളും ദിവ്യങ്ങളായ ആഭരണങ്ങളും സ്വീകരിക്കുക. ഗാനം, നൃത്തം, വാദ്യം ഇവയൊക്കെ ആസ്വദിക്കുക. ഭവതി സ്ത്രീരത്നമാണ്. ഭവതിയുടെ ഈ മനോഹരമായി വർത്തിക്കുന്ന യൗവനദശ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ യൗവനം ഒരിക്കലും തിരിച്ചു വരികയില്ല. ഭവതിയുടെ സൗന്ദര്യം കണ്ടിട്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ദേവിയെ സൃഷ്ടിച്ച ശേഷം തന്റെ പ്രവൃത്തി തന്നെ നിർത്തിക്കളഞ്ഞു കാണും. പിതാമഹൻ ഉൾപ്പെട്ട ഏതൊരു പുരുഷൻ തന്നെയാണ് സൗന്ദര്യവും യൗവനവും ചേർന്ന് ശോഭിക്കുന്ന ഭവതിയെ പ്രത്യക്ഷത്തിൽ കണ്ടതിൽ പിന്നെ ഉപേക്ഷിച്ചു പോകാൻ മുതിരുന്നത്. ഭവതി എങ്ങനെയൊക്കെ നോക്കുന്നുവോ അവിടെ എന്റെ നേത്രം ബന്ധിക്കപ്പെടുന്നു. വ്യസനത്തെ ത്യജിച്ചാലും എന്റെ പത്നിയായി ഭവിച്ചാലും എന്റെ അനേക ഉത്തമ സ്ത്രീകളിൽ വെച്ച് വട്ടമഹിഷിയായി വിളങ്ങിയാലും ഭവതിയുടെ ശരീരത്തിൽ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ അലങ്കരിപ്പിക്കാം. അലങ്കാരത്തോടു കൂടിയ ഭവതിയുടെ സൗന്ദര്യത്തെ കൺകുളിർക്ക ഞാൻ കണ്ടുകൊള്ളും. എന്റെ രാജ്യവും ഞാനും ഭവതിയുടേതാകുന്നു. ഭവതിയെ ഓർത്ത് പല നഗരങ്ങളോടുകൂടിയ എല്ലാ ഭൂമിയെയും ജയിച്ച് ഞാൻ ജനകന് കൊടുക്കാം. മരവരി ഉടുക്കുന്ന രാമനോടുകൂടി നീ എന്തു ചെയ്യുവാൻ പോകുന്നു? രാമൻ വിജയം അടങ്ങിപ്പോയവനാണ്, ശ്രീ പോയവനാണ്, കാട്ടിൽ ചുറ്റിത്തിരിയുന്നവനാണ്, വ്രതം കൈക്കൊണ്ടവനാണ്, നിലത്ത് കിടക്കുന്നവൻ. അത്ര തന്നെയല്ല, ജീവനോട് ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ പോലും അറിയില്ല. രാമന് ഭവതിയെ കാണാൻ കൂടി കഴിയുന്നില്ല. എന്റെ കയ്യിൽ നിന്നും ഭവതിയെ വീണ്ടുകൊണ്ടുപോകുവാൻ രാഘവന് കഴിവില്ല. ഭയപ്പെടാതെ മനോഹരമായി പുഞ്ചിരിക്കൂ. ഭവതി എന്റെ ചിത്തത്തെ അപഹരിക്കുന്നു. അഴുക്കുപറ്റി മുഷിഞ്ഞ പട്ടുവസ്ത്രം ധരിച്ച് അലങ്കാരമില്ലാതെ ഇരിക്കുന്നവളായിട്ട് പോലും ഭവതിയെ കണ്ടാൽ എന്റെ സ്വന്തം പത്മാരിൽ എനിക്ക് പിന്നെ പ്രീതി തോന്നുന്നില്ല. കുബേരന്റെ കയ്യിലുള്ള രത്നങ്ങളും ധനങ്ങളും ലോകങ്ങളും എല്ലാം ഇഷ്ടം പോലെ നീ പ്രാപിച്ചാലും ദേവി, രാമൻ തേജസ്സാലും കീർത്തിയാലും ധനത്താലും എനിക്ക് തുല്യനല്ല. തപസാലുമല്ല, ബലത്താലുമല്ല, പൗരുഷത്താലുമല്ല. എന്റെ കൂടെ ഇഷ്ടം പോലെ വസിക്കുക, പ്രിയമായിട്ടിരിക്കുക. എന്നോടുകൂടി കടൽക്കരയിലും വനപ്രദേശങ്ങളിലും സഞ്ചരിച്ചാലും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സീതാദേവിയുടെ മനസ്സിനെ വശീകരിക്കാൻ ശ്രമിച്ച രാവണൻ ദേവിയുടെ മനസ്സു മാറുമെന്ന് കരുതി സീതാദേവിയുടെ മുന്നിൽ കാത്തുനിന്നു.